പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഒരു കഥ പറയാം. കഥയുടെ പേര് ക്ലീബ. കോഴിക്കോട് ലയോള സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അന്നപൂർണ. പുതിയ അധ്യയന വർഷം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞുള്ള ഒരു ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്ന അന്നപൂർണ പെൺകുട്ടികളുടെ മൂത്രപ്പുരയിൽ നിന്ന് വല്ലാണ്ട് ഒച്ചയും ബഹളവും കേൾക്കുന്നത് കേട്ടു. അവൾ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ കാണുന്നത് ഒരാൺകുട്ടി തല താഴ്ത്തി ചുമരും ചാരി നിൽക്കുന്നതാണ്. കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവളുടെ കൂട്ടുകാരി ശിവാനി പറഞ്ഞത് ആ ആൺകുട്ടി പെൺകുട്ടികളുടെ മൂത്രപ്പുരയിൽ കയറി മൂത്രമൊഴിച്ചിരിക്കുന്നു എന്നാണ്. അന്നപൂർണ അവനെ സൂക്ഷിച്ചു നോക്കി. അത് ആൽബർട്ടാണ്. അന്നേ ദിവസം രാവിലെ അവളുടെ ക്ലാസ്സിലേക്ക് പുതുതായി ജോയിൻ ചെയ്യാൻ വന്ന ആൽബർട്ട്. ആൽബർട്ടിന്റെ അച്ഛൻ ഡോക്ടർ അബ്രഹാമും അമ്മ ഡോക്ടർ ലിഡിയയും മുംബൈയിലെ ലീലാവതി ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ആൽബർട്ട് ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ മുംബൈയിലാണ്. പിന്നീട് ഡോക്ടർ അബ്രഹാം അവരുടെ നാടായ കോഴിക്കോട് ഹെൽത്ത് കെയർ എന്ന പേരിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പണിയുകയും അവർ ഇങ്ങോട്ട് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ആൽബർട്ടിന് ലയോള സ്കൂളിൽ വന്ന് പഠിക്കേണ്ടി വന്നത്. അന്ന് രാവിലെ സൗരഭ മാഡം അവനെ പരിചയപ്പെടുത്തിയത് അവൾ നന്നായി ഓർത്തു. ആ സമയം കൂട്ടുകാരൊക്കെ അവന്റെ അടുത്തേക്ക് വന്നപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു എന്നല്ലാതെ അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് വന്ന ടീച്ചർമാര് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇംഗ്ലീഷിൽ ശബ്ദം താഴ്ത്തി അവൻ മറുപടി പറഞ്ഞപ്പോഴാണ് ആൽബർട്ട് ഊമയല്ലെന്നുള്ള കാര്യം ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായത്. അപ്പോഴും പെൺകുട്ടികൾ അവനെ കണക്കിന് ചീത്ത പറഞ്ഞിട്ടും അവൻ തല താഴ്ത്തി നിൽക്കുക മാത്രമാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ അന്നപൂർണയ്ക്ക് ദേഷ്യം വന്നു. അവള് അവന്റെ കൈയും പിടിച്ചു വലിച്ച് പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് പോയി. ആദ്യത്തെ ദിവസമല്ലേ, ക്ഷമിച്ചേക്കാം, ഇനി ആവർത്തിക്കരുത് എന്ന താക്കീതിനോടെ പ്രിൻസിപ്പൽ മാത്യു സാറ് അവനെ പറഞ്ഞു വിട്ടു. എന്നാൽ പിറ്റേ ദിവസവും ഉച്ചയ്ക്ക് ആൽബർട്ട് പെൺകുട്ടികളുടെ മൂത്രപ്പുരയിൽ കാര്യം സാധിച്ചു. ഇത്തവണ പക്ഷേ മാത്യു സാർ ക്ഷമിച്ചില്ല. പെൺകുട്ടികൾ പരാതി കൊടുത്ത് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഡോക്ടർ അബ്രഹാമും ഡോക്ടർ ലിഡിയയും സ്കൂളിൽ ഹാജരായി. ആൽബർട്ട് പഠിച്ചിരുന്ന സ്കൂളുകളിലൊക്കെ ജെൻഡർ ഇക്വാലിറ്റി ടോയ്ലറ്റുകൾ ആയിരുന്നു എന്നും അതുകൊണ്ട് ഒരു തവണത്തേക്ക് ക്ഷമിക്കണമെന്നും ഡോക്ടർ അബ്രഹാം പ്രിൻസിപ്പളിന്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ക്ഷമിക്കാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നപൂർണയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. പെൺകുട്ടികളുടെ മൂത്രപ്പുരയിൽ കയറി അവരുടെ സ്വകാര്യത ഒളിഞ്ഞു നോക്കുന്ന ഒരു ചീത്ത കുട്ടിയായിട്ടാണ് ആൽബർട്ടിനെ അവൾ കണ്ടത്. അവളുടെ ദേഷ്യം അവൾ തീർത്തത് അവന്റെ മുഖത്തടിച്ചിട്ടായിരുന്നു. എന്നിട്ടും കണ്ണീരോടെ നിന്നതല്ലാതെ അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ പിറ്റേ ദിവസം മുതൽ അവൻ സ്കൂളിലേക്ക് വന്നില്ല. ഒരാഴ്ചയായിട്ടും ആൽബർട്ട് വരാത്തത് കൊണ്ട് കുറ്റബോധം തോന്നിയ അന്നപൂർണ അച്ഛനെയും കൂട്ടി ഹെൽത്ത് കെയർ ആശുപത്രിയിൽ പോയി ഡോക്ടർ ലിഡിയയെ കണ്ടു. ലിഡിയ അവരെയും കൂട്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർക്ക് വാതിൽ തുറന്നു കൊടുത്തത് അന്നപൂർണ കണ്ട ആൽബർട്ട് ആയിരുന്നില്ല, അതൊരു പെൺകുട്ടിയായിരുന്നു. ചുരിദാറിട്ട ആ പെൺകുട്ടിക്ക് ആൽബർട്ടിന്റെ മുഖമായിരുന്നു. ആൺകുട്ടികളുടെ മൂത്രപ്പുരയിൽ മൂത്രമൊഴിക്കാൻ ആൽബർട്ട് വിസമ്മതിച്ചതിനുള്ള കാരണം അവന്റെ ഉള്ളിലെ പെണ്ണത്തമാണെന്ന് അന്നപൂർണ തിരിച്ചറിഞ്ഞ നിമിഷം അവൾ അവളെ തന്നെ 1000 പ്രാവശ്യം ശകാരിച്ചു. അവളുടെ മനസ്സിലെ വിങ്ങൽ കണ്ണുനീരായി ഒഴുകി. പിറ്റേ ദിവസം അന്നപൂർണ സ്കൂളിലേക്ക് ചെന്നപ്പോൾ അവളുടെ കയ്യിൽ ആൽബർട്ടിന്റെ കൈയും ഉണ്ടായിരുന്നു. അവള് കാര്യം പറഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാം അവരുടെ അടുത്തേക്ക് വന്ന് ആൽബർട്ടിനെ കെട്ടിപ്പിടിച്ചു. പെൺകുട്ടികൾ അവനെ ആശ്ലേഷിച്ചപ്പോൾ ആൺകുട്ടികൾ അവന്റെ കൈ പിടിച്ച് പെൺകുട്ടികളുടെ സീറ്റിൽ കൊണ്ടുപോയിരുത്തി. അവർ അവന് പുതിയൊരു പേര് നൽകി, ക്ലീബ. സംസ്കൃത ക്ലാസ്സിൽ 3ാം ലിംഗത്തിന് അവർ പഠിച്ച പേര്. അന്നു മുതൽ ക്ലീബ പെൺകുട്ടികളുടെ മൂത്രപ്പുരയിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ മൂത്രമൊഴിച്ചു. വർഷങ്ങൾക്കു ശേഷം കോഴിക്കോട് ജില്ലയുടെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മേയറായി ക്ലീബ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയപ്പോൾ അവൾ അഭിമാനത്തോടെ ഒരു കാര്യം ഓർത്തു. ആൽബർട്ടായി മരിക്കേണ്ടിയിരുന്ന തന്നെ ക്ലീബയാക്കി ഉയർത്തെഴുന്നേൽപ്പിച്ചത് 14 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ കൂട്ടുകാരായിരുന്നു. പരസ്പര സ്നേഹവും വിശ്വാസവും സംരക്ഷണവും ഉണ്ടെങ്കിൽ താഴെത്തട്ടിലുള്ളവർക്കും ഉയർന്നു വരാമെന്ന് തെളിയിച്ച തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓർത്തുകൊണ്ട് ക്ലീബ സത്യപ്രതിജ്ഞ ചെയ്തു. നന്ദി.